കരിപ്പൂർ മംഗലാപുരം വിമാന അപകടങ്ങളുടെ നോവ് ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ട 18 പേർ മരിച്ചു. മഴയിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയായിരുന്നു അപകടം. 2010 മെയ് 22 മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായ് മംഗലാപുരം വിമാനം തകർന്നു വീണു. 158 പേരാണ് അന്ന് മരിച്ചത്. 2000 ജൂലൈയിൽ ബീഹാറിലുണ്ടായ അപകടവും രാജ്യത്തെ ഞെട്ടിച്ചു. ബീഹാറിലെ പട്നയിൽ ഒരു റെസിഡൻഷ്യൽ എസ്റ്റേറ്റിൽ അലയൻസ് എയർ ഫ്ലൈറ്റ് 7412 തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 55 പേരും പുറത്തുണ്ടായിരുന്ന 5 പേരുമാണ് മരിച്ചത്. 1999 മാർച്ച് 7 ഇന്ത്യൻ വ്യോമസേന സഞ്ചരിച്ചിരുന്ന ആന്റനോവ് 32 ട്രാൻസ്പോർട്ട് ജെറ്റ് ഡൽഹിയിൽ തകർന്നു വീണു. സേനയിലെ 18 പേർ ഉൾപ്പെടെ 21 പേർ മരിച്ചു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. 96 ഹരിയാനയിലുണ്ടായ വിമാന കൂട്ടിയിടിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം. അറേബ്യൻ എയർലൈൻസിന്റെയും കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. ഇരു വിമാനങ്ങളിലും ഉണ്ടായിരുന്ന 349 പേരാണ് മരിച്ചത്. 1993 ഔറംഗാബാദിൽ നിന്ന് പറന്നുയരുന്നതിനിടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റൺവേയിലുള്ള ട്രാക്കിലിടിച്ച് 55 പേർ മരിച്ചു. 66 പേർക്ക് പരിക്കേറ്റു. 91 ഇംഫാലിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തകർന്ന് 69 പേരാണ് മരിച്ചത്. 1990 ഫെബ്രുവരിയിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാനിരിക്കെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തകർന്നു വീണു. അന്നും 92 പേരുടെ ജീവൻ പൊലിഞ്ഞു. 37 വർഷം മുൻപ് 1988 ഒക്ടോബർ 19-നുണ്ടായ വിമാനാപകടം ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ അഹമ്മദാബാദ് വിമാന ദുരന്തം. ഇതേ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം പുലർച്ചെ 6:53 അപകടം. വെളിച്ചക്കുറവായിരുന്നു അപകട കാരണം. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറം കോട്ടർപൂർ ഗ്രാമത്തിലെ ചിലോദയിൽ പാടത്ത് വിമാനം വീണു. 135 പേരാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.